തെലങ്കാനയിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥികൾ ദുരിതത്തിൽ. ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും അവധി അനുവദിക്കുന്നില്ല എന്നാണ് പരാതി. തെലങ്കാന സിദ്ദിപേട്ടിലെ RVM കോളേജിലെ 400-ലധികം വരുന്ന മലയാളി വിദ്യാർത്ഥികളാണ് ദുരിതം അനുഭവിക്കുന്നത്. സ്വഭാവ സർട്ടിഫിക്കറ്റും ഇന്റേണൽ മാർക്കും കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുവെന്നും നഴ്സിംഗ് വിദ്യാർത്ഥികൾ 24-നോട് പറഞ്ഞു. ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ് ഇവിടെ ഫോൺ സബ്മിറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഫോൺ മിസ്സായി കഴിഞ്ഞിട്ട് അവർക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാന്നും പറഞ്ഞിട്ട് ഫസ്റ്റ് ഇയറിൽ തന്നെ ഞങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് അവരൊരു ലെറ്റർ സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിൽ അവരിപ്പോ പറയാണ് ഞങ്ങൾക്ക് തന്നെയാണ് ഞങ്ങളുടെ ഫോണിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന്. അത് മാത്രമല്ല ഞങ്ങൾ ഫോൺ ഇപ്പം ഇവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെ ഫോൺ സബ്മിറ്റ് ചെയ്യാനെന്ന് പറഞ്ഞതിന് ഞങ്ങളുടെ ഇന്റേണൽ മാർക്ക്, ഞങ്ങളുടെ പ്രാക്ടിക്കൽസ് ഇങ്ങനെ കാര്യങ്ങളിലെല്ലാം മാർക്ക് വെച്ച് ഞങ്ങളെ പരീക്ഷയ്ക്ക് തോൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. മാത്രമല്ല ഫോൺ മൊത്തം ഇപ്പം കൊറിയർ അയച്ച് വീട്ടിൽ കൊടുക്കാനാണ് അവർ പറയുന്നത്. മനേഷ് മൂർത്തിയുണ്ട് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി. എന്തൊക്കെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് ഈ കുട്ടികൾ? മനേഷ്, അവർ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത സമയം മുതൽ ആ സമയം മുതൽ തന്നെ വലിയ തോതിലുള്ള ദുരിതമാണ് അവർ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ കുട്ടികൾ പറയുന്നത്. 3-ാം വർഷ വിദ്യാർത്ഥികളാണ് നമ്മളോട് സംസാരിച്ചത്. 3-ാം വർഷത്തിൽ തന്നെ, അതായത് വന്ന് ഇവർ ജോയിൻ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇവരെ വാർഡുകളിൽ ജോലിക്ക് നിയോഗിക്കാൻ ആരംഭിച്ചു. ഒരു ദിവസം പോലും അവധി നൽകില്ല. ഒരു ജയിലിന് സമാനമായ അന്തരീക്ഷത്തിലാണ് അവർ ഹോസ്റ്റലുകളാണെങ്കിലും ശരി, ആശുപത്രിയിലാണെങ്കിലും ശരി ഒക്കെ ജീവിക്കുന്നത്. പുറത്തിറങ്ങാനുള്ള അനുവാദമില്ല. ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അവധി അനുവദിക്കുന്നില്ല. അത്തരത്തിലുള്ള കൊടിയ മാനസിക ശാരീരിക പീഡനങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കുട്ടികൾ അങ്ങനെയാണ് പറയുന്നത്. ഏകദേശം 400-ലധികം വരുന്ന മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സിദ്ദിപേട്ടിലെ RVM കോളേജ് എന്ന് പറയുന്നത്. 4-ാം വർഷം പൂർത്തീകരിച്ച് BSc നഴ്സിംഗ് 4-ാം വർഷം പൂർത്തീകരിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ കൂടിയും അവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകാതെ അവരെയും അവിടെ തന്നെ പിടിച്ചു നിർത്തുന്ന ഒരു നിലയാണ് മാനേജ്മെന്റ് സ്വീകരിക്കുന്നതെന്നും ഈ കുട്ടികൾ പറയുന്നു. വേറെ മറ്റു മാർഗങ്ങളില്ല, ഞങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്നുള്ള ഒരു അപേക്ഷയുമായാണ് എന്തായാലും ആ കുട്ടികൾ ഇപ്പോൾ നമ്മളെ 24-നെ സമീപിക്കുകയും ചെയ്തിട്ടുള്ളത്. വളരെ ദുരിതമാണ് എന്തായാലും അവരുടെ അവസ്ഥ. മനേഷ് മൂർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്.